ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോൾ ഓഫീസിലെത്തി. സോ ഇന്ന് വ്ളോഗ് എടുക്കാനുള്ള മെയിൻ റീസൺ വന്നിട്ട് ഞങ്ങളുടെ ഡയറക്ടറും പിന്നെ കുറച്ച് ടീം മെമ്പേഴ്സും പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നറിനൊക്കെ പോവും. സോ ഐ തോട്ട് ഒരു വ്ളോഗായിട്ട് മെമ്മറിക്ക് വേണ്ടി ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ആദ്യം തന്നെ പറയാം, ഈ വ്ളോഗിൽ കുറേ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം അറിയാലോ, ഫുൾ ടീം മെമ്പേഴ്സൊക്കെ വരുമ്പോഴേക്കും എനിക്ക് ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇത് ക്യാപ്ചർ ചെയ്യാൻ നോക്കാം. എന്നിട്ട് ഈ വ്ളോഗ് നല്ല രീതിയിൽ വരികയാണെങ്കിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പം ഞാൻ 8:30 ആയി. ഞാൻ ഓഫീസിലെത്തി. ഇനി ഞാൻ പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കട്ടെ, എന്നിട്ട് ലോഗിൻ ചെയ്യണം. അപ്പോൾ അത് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും എത്തുമായിരിക്കും. അപ്പോൾ കുറച്ച് വർക്കൊക്കെ ഉണ്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറ്റാവുന്നതൊക്കെ എത്രയും വേഗം കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ അറിയാമല്ലോ, പിന്നെ എല്ലാവരും വരുമ്പോൾ സംസാരിച്ചൊക്കെ ഇരിക്കുക. കുറേ മീറ്റിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതിനും ഒക്കെ പ്രിപ്പയർ ചെയ്യണം. കുറച്ച് ടോക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതിന് എനിക്ക് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ അപ്പോൾ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഓഫീസ് എപ്പോഴത്തേം പോലെ ഈ സമയത്ത് ഭയങ്കര ആളുകളൊന്നും കാണത്തില്ല. സോ ദിസ് ഇസ് ദ പാൻട്രി. പിന്നെ അത് ജ്യൂസിൻ്റെ കൗണ്ടർ. എനിക്ക് വേണ്ട മ്യൂസ്ലി ഇല്ല, അതിന് പകരം ഫുൾ ഗ്രനോള ബാസ. ഞാൻ വിചാരിച്ചു ബ്രെഡ് കഴിക്കാൻ. എല്ലാവരും എനിക്ക് തോന്നുന്നവർ ഏതാനും നിമിഷങ്ങൾക്ക് എത്തുമായിരിക്കും. സോ ഞാൻ വേഗം കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ സിംഗപ്പൂർ ടീമിൽ നിന്ന് ഒരു പുള്ളിക്കാരത്തി എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരത്തി സോ സ്വീറ്റ് കേട്ടോ. പുള്ളിക്കാരത്തി കുറേ ചോക്ലേറ്റ്സ് ഞങ്ങൾക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പിന്നെ അവിടെ എത്തുമ്പോൾ ലോക്കൽ എന്തോ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒന്നും തുറന്നിട്ടില്ല, പക്ഷെ എല്ലാം ആ കോൺഫറൻസ് റൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എല്ലാവരും പോയി സംസാരിച്ചിട്ട് ഇപ്പോൾ വന്നിരുന്നുള്ളൂ. എനിക്കിന്ന് കുറേ വർക്ക് ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ എനിക്കറിയത്തില്ല ചെയ്ത് തീർക്കാൻ പറ്റുമല്ലോ എന്ന്. പക്ഷെ ഐ എം ട്രൈയിങ്. അങ്ങനെ എല്ലാവരും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. ഇന്നെനിക്ക് ജോലി ചെയ്യാനേ തോന്നുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് മൺഡേ. പിന്നെ ഓഫീസിൽ കുറേ ആൾക്കാരില്ല. ആകെ HR-ൻ്റെ കുറച്ച് ടീം മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റേ പുറത്തുനിന്ന് വന്ന അവരൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവരൊക്കെ ആയിട്ട് കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സംസാരിച്ചങ്ങ് ഓരോ കാര്യങ്ങളും വിശേഷങ്ങളും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ വന്ന് ഇരുന്നു. അങ്ങനെ ലഞ്ച് കഴിഞ്ഞു. ഞങ്ങൾ റാഡിസൺ ലഞ്ച് ബോക്സ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അമേരിക്കയിൽ നിന്ന് വരേണ്ട ഒരു ഡയറക്ടർ ഇതുവരെ എത്തിയിട്ടില്ല. പുള്ളിക്കാരത്തിയുടെ ഫ്ലൈറ്റ് ക്യാൻസലായി. പിന്നെ അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ഡിലേഡായി. അപ്പോൾ പുള്ളിക്കാരത്തി ലേറ്റായിട്ട് എത്തത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ സിംഗപ്പൂരിൽ നിന്ന് വന്ന മാനേജറുമായിട്ട് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ ഞങ്ങളുടെ കമ്പനിയിൽ കുറച്ച് ചേഞ്ചസ് നടക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അത് ഓരോ ഡിവിഷൻസിൻ്റെ ഇതും ഫുൾ എക്സ്പ്ലനേഷൻസ് ഒക്കെ പുള്ളിക്കാരത്തി തന്നു. അങ്ങനെയൊക്കെ കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ട് ഫുൾ ഡിസ്കഷൻസ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നല്ല ഫൺ സെഷൻസ് പോലത്തെ ഇങ്ങനെ ഫൺ ഫാക്ട്സ് ഓരോ ആൾക്കാരെ കുറിച്ച് പറയാനും പിന്നെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും പിന്നെ ഓരോ സ്ഥലങ്ങളെ പറ്റി സംസാരിക്കാനും ഓരോ കൾച്ചറിനെ പറ്റി സംസാരിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പോൾ നമുക്ക് കുറേ പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ എല്ലാവരും പിരിഞ്ഞു. എല്ലാവരും വർക്കിലോട്ട് കയറി. ഞങ്ങൾ കുറച്ച് നേരം ബിൽഡിങ്ങിൻ്റെ താഴെ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഞങ്ങളുടെ റുട്ടീനാണ് ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബിൽഡിംഗ് ചുറ്റും ഇങ്ങനെ കുറച്ച് റൗണ്ട്സെങ്കിലും നടക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ തിരിച്ച് കയറി വന്നു. എനിക്ക് ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ഡയറക്ടറൊക്കെ ഇല്ലേ, പുള്ളിക്കാരത്തി കുറച്ച് വേറെ മീറ്റിങ്സിൽ ബിസിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു റൂമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 4 ചെയർ ഉള്ള ഒരു ചെറിയൊരു കോൺഫറൻസ് റൂം. അപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ റൂം അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇതിൻ്റെ ലാപ്പൊക്കെ ഈ കാണുന്ന TV ഫുൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുക. അത് കഴിഞ്ഞിട്ട് പ്രസൻറ്റേഷൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ മീറ്റിംഗ് തീർന്നു. അത് കഴിഞ്ഞിട്ട് വർക്ക് ഉണ്ട്. വർക്ക് തീർന്നിട്ടില്ല, പകുതി പോലും ആയിട്ടില്ല. അത് പിന്നെ
ഇന്ന് ഞാൻ പിന്നെ ഞാൻ എൻ്റെ മാനേജേഴ്സിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡയറക്ടർക്ക് വരുമല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും എനിക്ക് അധികം വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, കുറേ മീറ്റിങ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ പിന്നെ അത് പ്രശ്നമില്ലെന്ന് പുള്ളിക്കാരത്തി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്കത് ചെയ്ത് തീർത്തില്ലെങ്കിൽ എനിക്കൊരു എന്തോ ഒരു അതൊരു കുറ്റബോധം പോലെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ പ്രസൻറ്റേഷൻ കൂടെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്ന് സ്നാക്സിന് എവിടെയെങ്കിലും എന്തെങ്കിലും ഇവർ ഓർഡർ ചെയ്യുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 6 ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാം. എവിടെയാണെന്ന് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല, പക്ഷെ എവിടെയെങ്കിലും നല്ല സ്ഥലത്തായിരിക്കണം എന്ന് ഒരു ഇതുണ്ട്. അറിയത്തില്ല, കുറേ സ്ഥലത്ത് ഞങ്ങൾ വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ റിസർവേഷൻസ് ഒന്നും ഇല്ല. അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പ്രസൻറ്റേഷന് വേണ്ടി ഞാൻ റെഡി ആവുക. എനിക്ക് നല്ല ടെൻഷനുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നല്ലപോലെ, എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും പുള്ളിക്കാരത്തിൻ്റെ മുഖം കാണുമ്പോൾ, പുള്ളിക്കാരത്തി പാവം കേട്ടോ, പക്ഷെ എന്നാലും അവരുടെ മുഖം കാണുമ്പോഴേക്ക് എന്തോ മറന്നു പോകുന്ന ഒരു ടെൻഷനുണ്ട്. പക്ഷെ പ്രസൻറ്റേഷൻ ഒരിക്കലും ഞാൻ ഇതുവരെ കുളമായിട്ടില്ല, എല്ലാം നല്ലതായിട്ടേ പോയിട്ടുള്ളൂ. അറിയത്തില്ല. ഓക്കെ, ഞാനിപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ലഞ്ച് ടൈമിൽ എനിക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരത്തി ഭയങ്കര സീരിയസ് കോൺവെർസേഷൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, ബൈ ബൈ. ഞാൻ ഓരോരോ അപ്ഡേറ്റ്സ് ഞാൻ തന്നുകൊണ്ടിരിക്കുക. വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ കാര്യങ്ങൾ പറയാമല്ലോ, അപ്പം അങ്ങനെ ഓരോ അപ്ഡേറ്റ്സ് ഞാൻ പറയുക. ഐ ലുക്ക് സോ ടയർഡ് റൈറ്റ് നൗ. പ്രസൻറ്റേഷൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാം നല്ലതായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ജ്യൂസ് കുടിച്ചിട്ട് പിന്നെ വെറുതെ കുറേ സംസാരിച്ചിട്ടൊക്കെ നിൽക്കുക. പിന്നെ അമേരിക്കയിൽ വന്ന് പുള്ളിക്കാരത്തി എത്തിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തിയായിട്ട് കുറച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യമായിട്ടായിരിക്കും ഞാൻ 6 മണി വരെ ഓഫീസിൽ നിൽക്കാൻ പോണത്. ഞങ്ങൾ 6 മണിക്ക് ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നറിന് പോവാം. മാരിയറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടെ ആയിരിക്കും പോണത് മിക്കവാറും. അങ്ങനെ ഞാൻ ഈ പുതിയ ഹീൽസ് ഇട്ടുകൊണ്ട് എൻ്റെ കാലെല്ലാം ഫുൾ മുറിഞ്ഞെന്നാണ് തോന്നുന്നത്. എനിക്ക് നല്ല വേദന ഹീൽസ് ഇട്ടിട്ട്. ഞാൻ യൂഷ്വലി ഹീൽസ് ഫോമൽ വെയറൊക്കെ ഇടുമ്പോൾ മാത്രമേ പ്രിഫർ ചെയ്യാറുള്ളൂ. പിന്നെ ഇപ്പോൾ മാനേജേഴ്സൊക്കെ വന്നുകൊണ്ട് മാത്രം ഹീൽസ് എടുത്തിട്ടത്, അല്ലെങ്കിൽ നോർമൽ ഫുഡ് വെയർ ആയിരിക്കും. അപ്പോൾ കാല് നല്ല വേദന, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞാൻ മടുത്തു. പിന്നെന്താ, ജോലി ചെയ്യാൻ പോവാം. ഓക്കെ, ബൈ. 5:30 ആയി ടൈം. ഞാൻ ഇപ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങിയേ ഉള്ളൂ. ഡിന്നറിൻ്റെ ആ സമയത്തൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളങ്ങനെ ഡിന്നറിന് മാരിയറ്റിൽ പോയി. നല്ല ഫുഡായിരുന്നു, ഡീസൻറ്റ് ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ സംസാരിച്ച് അങ്ങനെ എല്ലാവരും പിരിഞ്ഞു. ഞാൻ മെട്രോ വഴി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓട്ടോ എടുത്തു. കാരണം ഈ സമയത്ത് നടക്കാമെന്ന് വിചാരിച്ച ഫസ്റ്റ് ടൈം ഹീൽസ് ഇട്ടുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റിയില്ലായിരുന്നു. സെക്കൻഡ്, ഈ റോഡിൽ രാത്രി ഒരു 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുന്നത് സേഫ് അല്ലെന്ന് കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ വെറുതെ റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഓട്ടോ പിടിച്ചു.
ഓട്ടോയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്ത് നോക്കാൻ തുടങ്ങിയിട്ട് ഓട്ടോ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ഒരു 15-20 മിനിറ്റ്സോളം ഞാൻ മെട്രോ സ്റ്റേഷനിൽ അവിടെ നിന്ന് ഓട്ടോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വഴിയെ കണ്ട ഒരു ഓട്ടോയുടെ ചോദിച്ചു. പിന്നെ റീസണബിൾ റേറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ കയറി വന്നു. അങ്ങനെ ഞാനിപ്പോൾ വീടെത്തി. ഞാൻ ഇനി പോയി കുളിച്ച് ഫ്രഷ് ആവട്ടെ. നാളെ എനിക്ക് ഓഫീസിൽ പോകണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് ഞാൻ MG റോഡിലേക്ക് പോവും. അങ്ങനെ നാളെയും ഒരു നല്ലൊരു ഒരു നീണ്ടൊരു ദിവസം. നാളെയും മാനേജേഴ്സും ഡയറക്ടറൊക്കെ ഉണ്ട്. അപ്പോൾ നാളെയും കുറേ മീറ്റിങ്സും അങ്ങനെയൊക്കെ ഉണ്ട്. സോ നാളത്തെ കാര്യങ്ങൾ ഞാൻ വ്ളോഗായിട്ടൊന്നും എടുക്കുന്നില്ല. ഇതോടെ ഞാൻ എൻഡ് ചെയ്യുക. കുറച്ച് ഒക്കെ ഞാൻ ശരിയായിട്ട് വന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വ്ളോഗായിട്ട് കമ്പൈൽ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.